വിവാഹ വാഗ്ദാനം നൽകി യുവാവ് പീഡിപ്പിച്ചെന്ന പരാതിയുമായി കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞു കൊന്ന യുവതി. പനമ്പള്ളി സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ തൃശൂർ സ്വദേശിയായ ഷെഫീഖിനെതിരെയാണ് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. യുവതിയെ ഷെഫീഖ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. പീഡനം നടന്നത് തൃപ്പൂണിത്തറയിലായതിനാൽ കേസ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. മെയ് 3 പ്രസവിച്ചയുടനെ യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്. സംഭവത്തിൽ അറസ്റ്റിലായ യുവതി ഇപ്പോൾ റിമാൻഡിലാണ്. പൊക്കിൾക്കൊടി പോലും മുറിച്ചു മാറ്റാത്ത നിലയിലുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം ശുചീകരണ തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന കവർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ആമസോണിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കവറിലെ വിലാസം പരിശോധിച്ചാണ് ഫ്ളാറ്റിൻ്റെ 5ാം നിലയിൽ പോലീസ് എത്തിയത്. അപ്പോഴാണ് യുവതിയുടെ മാതാപിതാക്കൾ സംഭവം അറിയുന്നത്. തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് യുവതി മൊഴി നൽകി. കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴേക്കിടുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു. അമ്മയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം സുഹൃത്തിനെതിരെ കേസെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. ആരോഗ്യനില വീണ്ടെടുത്തതോടെ യുവതി ഷെഫീഖിനെതിരെ പരാതി നൽകിയതോടെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കുഞ്ഞിന്റെ മൃതദേഹം എറിഞ്ഞ അമ്മയുടെ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിൽ കുളിമുറിയിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. തുടർന്നായിരുന്നു ചോദ്യം ചെയ്തത്. മകൾ ഗർഭിണിയായിരുന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ലെന്നും അവൾ പ്രസവിച്ച കുട്ടിയെയാണ് എറിഞ്ഞു കൊന്നതെന്നുമാണ് പ്രാഥമിക വിവരം പുറത്തു വന്നിരുന്നത്. പിന്നീടാണ് യുവതിയുടെ വെളിപ്പെടുത്തലിൽ തൻ്റെ കുഞ്ഞാണെന്ന വിവരം പോലീസിന് കൈമാറിയത്. പ്രസവിച്ച ഉടൻ തന്നെയാണ് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞത് എന്നാണ് യുവതിയുടെ മൊഴി. ഒരു പൊതി ഫ്ളാറ്റിൻ്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതോടെയാണ് സംശയമുള്ള ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിഞ്ഞത്. 21 ഫ്ളാറ്റുകളാണ് ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളത്. അതിൽ 3 താമസക്കാരില്ലാത്തത്. കുഞ്ഞിൻ്റെ മൃതദേഹം പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിലാണ് കണ്ടെത്തിയത്. തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് 7:37 കുഞ്ഞിൻ്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്നതെന്നും മനസ്സിലായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കുഞ്ഞു കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകിയിരുന്നു. 8 മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി. കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഭയന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും യുവതി പോലീസിൽ മൊഴി നൽകിയിരുന്നു. കൊലപാതകത്തിൽ കേസെടുത്ത പോലീസ് കുട്ടിയുടെ അമ്മയായ 23-കാരിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അവിവാഹിതയായ അതിജീവിതയുടെ സുഹൃത്തിനെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കുഞ്ഞിൻ്റെ തലയോട്ടി പൊട്ടിയതാണ് മരണത്തിന് മുഖ്യ കാരണമെന്നാണ് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കഴുത്താടിക്കും പൊട്ടലുണ്ട്. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴാകാം പൊട്ടലുണ്ടായത്. ഒരു വാഹനം കുഞ്ഞിന് മേൽ കയറി ഇറങ്ങിയിരുന്നു. വാഹനം കയറിയാണോ പൊട്ടലുണ്ടായതെന്നും സംശയമുണ്ട്. ശ്വാസം മുട്ടിയതിൻ്റെ ലക്ഷണമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു.